ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ നാട്ടിലെ വിശേഷമൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുള്ളത്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കാസർഗോഡ് ഭാഷയിലാണ്. അപ്പോൾ ഞാൻ പല വ്ളോഗിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, വ്ളോഗിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളെല്ലാവരും കാസർഗോഡ് വിസിറ്റിലാണ് മുണ്ടിൽ. അപ്പോൾ വ്ളോഗിലേക്ക് പോവാം. ഞങ്ങളിപ്പോൾ പോകുന്നുള്ളത് എൻ്റെ ഏട്ടത്തിൻ്റെ നാട്ടിലേക്കാണ്, കുറ്റിക്കോലേക്ക്. അപ്പോൾ ഇത് ബസ്സിലല്ല പോയത്, കാറിലാണ് പോയത്. അതിന് ശേഷം ഞാനും ഉമ്മാവും ആദമും സെയിനും ബസ്സിൽ പോയിട്ടാകുമ്പോൾ ഈ വീഡിയോ എടുത്തത് അത് ഞാനിലേക്ക് പെടുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഞങ്ങൾ അനിയൻ്റെ മംഗലഞ്ഞപ്പാട് പോയത്, അനിയൻ്റെ ഉള്ളിൽ ഞങ്ങൾ എല്ലാവരായിട്ട് നിൽക്കാൻ പോയത്. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ച നിന്നിന് ഏട്ടത്തിൻ്റെ പോരയിൽ. അപ്പോൾ എടുത്ത വീഡിയോസ്, അപ്പോഴത്തെ വിശേഷം എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏട്ടത്തിൻ്റെ പോര കൂടിയായിട്ട് കുറേ നയിറ്റാണ്, 3-4 കൊല്ലം ആകുന്നതേ ഉള്ളൂ. പിന്നെ സെയിനൊക്കെ ഭയങ്കര ഇഷ്ടം, ഓരോ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് സവാദി ഷാനെല്ലാം സ്കൂളിൽ നിന്ന് വന്നിട്ട് കുളിക്കാനെല്ലാം കയറിയിട്ടുണ്ടായി. അപ്പോൾ ഓരോ കുളിച്ചിട്ടെല്ലാം വന്നിട്ട് സെയിനും ഓരൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ പോരെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിരിച്ച്. ഞാനാണെങ്കിലും ഫസ്റ്റ് ബൽക്കിൻ്റെ പോരെ കാണുന്നത്, ഞാൻ ആടെ ഉണ്ടാകുമ്പോഴത്തേക്കാണ് ബൽക്കി കൂടിയായതല്ല. അപ്പോൾ ഫസ്റ്റാണ് പോരെ കാണുന്നത്. അപ്പോൾ കുറേ ദിവസം നിൽക്കാറിഞ്ഞിട്ട് തന്നെ വന്നത്. അതമൂനതാ ഇവിടെ കടത്തിയിട്ടുണ്ട്. അടുത്തേക്ക് രണ്ട് മക്കൾ, ഞാൻ മുമ്പത്തെ മംഗലത്തിൻ്റെ ബ്ലോഗിൽ എടുത്തിൻ്റെ മക്കളെല്ലാം കാണിച്ചിന്. സവാദ് ഇഷാൻ ഓരോ പേരങ്ങനെ എടുത്തിൻ്റെ മക്കളെ. അപ്പോൾ സെയിനൊക്കെ പറയുന്നതാണ്, സവാദ് ഇഷാൻ ഉണ്ടെങ്കിൽ ഓരൊക്കെ കളിച്ചോളും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പിരിസോറ്. സെയിനുവിന് സവാദ് ഇഷാൻ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഓരൊക്കെ തന്നെ മതി ഫുൾ ടൈം. എനിക്ക് ബൽക്കീനോട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്രിഡ്ജിലുള്ളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഭയങ്കര നീറ്റായിട്ട് എല്ലാം ബോക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ബൽക്കി കേക്കെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ഓർഡറെല്ലാം ആക്കിയിട്ട് കേക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആ കേക്കിൻ്റെ സാധനങ്ങളെല്ലാം കറക്റ്റ് ബോക്സിൽ ഇത്ര വൃത്തിക്ക് വെക്കാൻ കഴിയും തോന്നുന്നില്ല. എൻ്റെ ആടെല്ലാം ഫ്രിഡ്ജ് കുറച്ച് എപ്പോഴും കച്ചറ് കുടിച്ചിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയം അപ്പോൾ അവർക്ക് 3 ആൾക്കും വേണ്ടത് മാഗി തന്നെ. മാഗിയൊക്കെ കൊടുത്തേക്ക് വേറെ എന്താ വേണ്ട. സെയിനുവിനൊക്കെ ഭയങ്കര ഇഷ്ടം മാഗി. ഞാനിപ്പോൾ 3 ആൾ മാഗി തോന്നുന്നുണ്ട്. പിള്ളേരുടെ ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്ത് ചായ കുടിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ബിസിയെല്ലാം പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ബൽക്കി മന്തീൻ്റെ പണിയിലുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫൈനൽ ഇത് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബൽക്കി നല്ല പാങ്ങിൽ മന്തി ഉണ്ടാക്കുന്ന എല്ലാവരും എന്നോട് പറഞ്ഞിട്ടാണ്, നല്ല പാങ്ങിൽ ബൽക്കി ഉണ്ടാക്കുന്ന മന്തിന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് കഴിക്കാൻ പോകുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ചാർക്കോൾ കത്തിച്ചിടാൻ പോകുന്നുണ്ട് ബൽക്കി. പിന്നെ ഇത് രാത്രിത്തേക്കുള്ള നമ്മളെ ഫുഡ് മന്തി, ചിക്കൻ മന്തി. ഞാൻ ഈ വ്ളോഗിൽ ഫുള്ള് വീഡിയോ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നതും. എന്തോ ഒരു ഫുള്ളായിട്ട് എടുത്തിട്ടൊന്നുമില്ല, കുറച്ച് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ എനിക്ക് കഴിയുന്ന പോലെ കുറച്ച് വീഡിയോ തന്നെ എടുക്കാൻ നിന്നിട്ടേ ഇല്ല. ഞാനങ്ങനെ വ്ളോഗ് ഇടണമെന്നേ തിരിച്ചല്ല. കുറേ ആൾക്കാർ ഇങ്ങനെ വ്ളോഗിന് ചോദിക്കുമ്പോൾ നാട്ടിൽ പോയിട്ട് വ്ളോഗ് ഇടണമെന്നുള്ള പറയുമ്പോൾ ഞാൻ തിരിച്ച് എന്തെങ്കിലും കുറച്ച് നാട്ടിലത്തെ എടുക്കാമെന്നിട്ട് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബൽക്കിൻ്റെ പുറത്ത് ഞങ്ങൾ ഒരാഴ്ച ഉണ്ടായിന്. അപ്പോൾ ആ ഒരാഴ്ചത്തേലും കുറച്ചെല്ലാം എടുത്തതെല്ലാം കൂടിയിട്ട് ഒരു വ്ളോഗായിട്ട് വേറെ ഇടാൻ തിരിച്ച്. ഇനിയിപ്പോൾ അതല്ലാണ്ട് നാട്ടിലത്തെ വിശേഷം വന്നിട്ട് എന്ത് മംഗലം കഴിഞ്ഞിട്ട് എന്ത് അതെല്ലാം ഞാൻ വേറൊരു വ്ളോഗിൽ കാണിക്കാം. എന്തുണ്ടായ എവിടെയെല്ലാം പോയി അങ്ങനത്തെ കുറേ എല്ലൊന്നും ഇല്ല എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞല്ലേ കുറച്ച് എടുത്തതെല്ലാം കൂടിയിട്ട് അതൊരു വ്ളോഗായിട്ട് വേറെ ഞാനിടാം. ഇത് ബൽക്കിൻ്റെ പുരൻ്റെ മുറ്റത്ത് തന്നെയുള്ള പേരപ്പഴത്തിൻ്റെ മരം. അപ്പോൾ ഇതിൽ കുറേ അള്ളി ഇങ്ങനെ കൂട്ട കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പറിക്കുന്നുണ്ട്, പൗത്ത് നോക്കിയിട്ട് പറിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പത്തെ മംഗലത്തിൻ്റെ വ്ളോഗിൽ പറഞ്ഞിരുന്നു, ഇത് എൻ്റെ അടുത്തിൻ്റെ മാപ്പിള ഉസ്മാൻ അളിയാന്ന് ഞാൻ വിളിക്കലെന്ന് വ്ളോഗിൽ പറഞ്ഞു. വയ്യ ഞാൻ ചിന്തിച്ച് എല്ലാവരും ഇരിക്കുമല്ലോ എന്ത് അളിയാന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കാസർഗോഡ് ഏട്ടത്തിൻ്റെ മാപ്പിള, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മാപ്പിള പറഞ്ഞാൽ ഞാൻ അളിയാന്ന് വിളിക്കൽ. അതങ്ങനെയാണ്, അതെന്തേ നമുക്കറിയാലോ, അങ്ങനെ വിളിക്കൽ അളിയാന്ന്. ആ വ്ളോഗിൽ കണ്ടിട്ട് ആരെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും ഇതെന്താ അളിയാന്ന് വിളിക്കുന്ന, ഒരു ബഹുമാനം ഇല്ലാണ്ട് തിരിച്ചറിയണ്ട, ഇവിടെ അങ്ങനെ വിളിക്കലേ, എല്ലാം അളിയാന്ന് തന്നെ വിളിക്കൽ. ഇതാ പേരക്കാൻ്റെ മരവ്, ഞാൻ പറഞ്ഞ പോലെയുള്ള കുറേ കൂട്ടെല്ലാം കെട്ടിയിട്ട് വെച്ചിട്ട് കാണാം. റോഡിൻ്റെ സൈഡിലായിട്ട് പേരപ്പായത്തിൻ്റെ മരം ഉള്ളത്. അപ്പോൾ റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ട് പേരപ്പായെല്ലാം. ഇത് ഞങ്ങൾ അനിയൻ്റെ ഓള് അൻഷി, മംഗലത്തിൻ്റെ വ്ളോഗ് കണ്ടാൽ അറിയും. സെയിനൊക്കെ ഭയങ്കര ഇഷ്ടം അൻഷീനെ, അൻഷി ഭാബി എന്ന് പറഞ്ഞ് അൻഷീൻ്റെ ഒക്കെ തന്നെ ഫുൾ ടൈം ഉണ്ടാവില്ല. ആ കാണുന്നത് അളിയാൻ്റെ ഉമ്മ, എൻ്റെ ഏട്ടത്തിൻ്റെ മാപ്പിളിൻ്റെ ഉമ്മ. സെയിനക്ക് ഇതെല്ലാം കാണട്ടേലിട്ട് ഓനെ കൊണ്ടുവന്നേ ഈ പേരപ്പായെല്ലാം പറിക്കുന്നത്. ഓനിക്കതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവില്ല കൊണ്ടുവന്നേ. പേരപ്പായെല്ലാം പറിച്ച് കൂട്ട കെട്ടിയിട്ട് വെച്ചുകൊണ്ട് കുറേ പേരപ്പായം കിട്ടീനില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പക്ഷിയെല്ലാം വന്നിട്ട് തിന്നിട്ട് പോവും. അപ്പോൾ ഞങ്ങൾക്ക് കുറേ പേരപ്പായെല്ലാം കിട്ടീന്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇപ്പോൾ മുറിക്കാമെന്ന് വിരിച്ച്. എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ മുറിച്ച് തിന്നാലിട്ട് ഉമ്മ ഇപ്പോൾ മുറിക്കാൻ കഴിയുന്നുണ്ട്. സെയിനും മാമാൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് പേരപ്പായം മുറിക്കുമ്പോൾ. ഇരുത്തം കാണുമ്പോൾ ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല പേരപ്പായം. പിന്നെ മാമ എന്ന് പറയുന്നത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഉമ്മാനല്ലേ ഞങ്ങളെ കാസർഗോഡ് മാമ എന്ന് പറയല്. അങ്ങനെ ഇപ്പോൾ ഇതാ പേരപ്പായെല്ലാം മുറിച്ചിട്ട് അമ്മ ഇങ്ങനെ ആരെല്ലാം ഉണ്ടവർക്കെല്ലാം തിന്നാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അളിയാൻ്റെ ഉമ്മ ഉണ്ട്, അപ്പോൾ ഉമ്മാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാവരും തിന്നുന്നുണ്ട്. നല്ല പാങ്ങുണ്ടാവും ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ പേരപ്പായെല്ലാം കൊണ്ട് കാറ്റെല്ലാം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് മുണ്ടാൻ.
സിറ്റ് ഔട്ട് എന്ന് പറയില്ലേ നമ്മൾ ഇപ്പം നമ്മളൊരു പെരൻ്റെ പുറത്ത് ഇങ്ങനത്തെ പൂമുഖം മുറ്റം എന്ന് പറയുന്നത് ഈ പൂമുഖം എന്നല്ലേ ഇതിന് പറയില്ലേ, ഇങ്ങനത്തെ തന്നെ ഞങ്ങളിവിടെ പറയൽ സിറ്റ് ഔട്ട് എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് പേരപ്പായാൽ തോന്നിയിട്ട് ഇങ്ങനെ കഥയെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സെയിൻ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നുണ്ടോയെന്ന് തോന്നില്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ബൽക്ക് മീൻ കറിക്ക് അരക്കുന്നുണ്ട്, അപ്പോൾ അത് കാണിക്കാമെന്ന് ഇരിച്ച്. ഞങ്ങളവിടെ എൻ്റെ പുരയിൽ എല്ലാം വലിയ കടയങ്ങല്ലേ വയലല്ലോ ഉമ്മാരിക്കല്ലോ, അത് ഞാൻ ഇതിൽ കാണിക്കാം ജസ്റ്റ് എങ്ങനത്തേന്ന്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ് ഞങ്ങളെ പുരയിലുള്ള വലിയ കടയങ്കല്ലെന്ന് ഞങ്ങൾ പറയില്ല ഗ്രൈൻഡറിന്. അപ്പോൾ ഇതിൽ താഴെ അരക്കാനും കഴിയും, മുകളിൽ തേങ്ങ ചേർക്കാനെല്ലാം ആയിട്ടും കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിനാ നിങ്ങളെ നാട്ടിലുണ്ടാകുന്നുള്ളത് താഴെ കമൻറ്റിൽ ഇടണവേ. ഇപ്പോൾ എന്ത് എനിക്ക് അരക്കുന്ന പറഞ്ഞെങ്കിൽ നാളെ വിരുന്നുണ്ട്, അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ഫുഡെല്ലാം ആക്കി വെക്കുന്നത്. നാളെ ആർക്ക് വിരുന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് തന്നെ, ഞങ്ങൾക്ക് കെബീറിന് ഓൾക്ക് പുതിനാട്ടി പുതിയ ആപ്പിളയില്ല, അപ്പോൾ ആ വിരുന്ന് ബൽക്കിൻ്റെ പേരിൽ നാളെ ഉണ്ട്. ഇതിപ്പോൾ നാളെ എന്ന് പറഞ്ഞിട്ട് ഇന്നായി വിരുന്ന്, ഞങ്ങൾ വന്നത് പിറ്റേന്ന് വിരുന്നുണ്ടായി, ഇന്നാണ് പിറ്റേന്ന്. ഇപ്പോൾ വിരുന്ന് എൻ്റേതെല്ലാം ഫുഡെല്ലാം പുറത്ത് ഓർഡർ ആക്കിയതാണ്. നമ്മൾ ഇങ്ങനെ ജ്യൂസ് ഇങ്ങനത്തെ എല്ലാം മീൻ കറി പച്ചക്കറി അങ്ങനത്തെ മാത്രം പുരയിലാക്കിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഫരീദമ്മായി ബൽക്കിൻ്റെ ഇച്ചാൻ്റെ ഓള് ഏട്ടൻ്റെ ഓള്. ബൽക്കിക്ക് 2 ഇച്ചാൻ്റെ ഓളുണ്ട്, പോലെ 3 അനിയൻ്റെ ഓളുണ്ട്, ഒരു 6 ആൺമക്കൾ മാത്രമാണ് ബൽക്കിൻ്റെ അളിയൻ്റെ അവിടെ. അപ്പോൾ അമ്മായിമാരുടെ നല്ല കമ്പനി, അനിയൻ്റെ ഓള് ഓറാണെങ്കിലും എല്ലാവരും നല്ല കമ്പനിയാണ്, നല്ല പാങ്ങുണ്ട് ബൽക്കിൻ്റെ അവിടെ പോയിട്ട് നിൽക്കാനെല്ലാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്നുള്ളത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്ന ഫുഡെല്ലാം. കാസർഗോഡ് അധികം വിരുന്നിന് ഇങ്ങനത്തെ ഫുഡ് തന്നെ ഉണ്ടാവില്ല, ബിരിയാണി, നൂഡിൽസ്, ചിക്കൻ ഫ്രൈ, പിന്നെ അതിൻ്റെ കൂടെ ചിലപ്പോൾ മക്രൂണി ഉണ്ടാവും, പിന്നെ ഓരോരുത്തർ അതിനനുസരിച്ച് ചിലയിടത്തിൽ കോഴിക്കടമ്പ് ഉണ്ടാവും, അങ്ങനെ ഓരോരോ മാറി മാറി വരും. പുളിവാളം, നെയ്പ്പത്തൽ, കാസർഗോഡ് മാത്രം ഉണ്ടാകുന്ന കുറേ ഫുഡ് ഉണ്ടാവും. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കസ്റ്റേർഡ്, പുഡിങ് അങ്ങനത്തെ എല്ലായിരിക്കും അധികം. പിന്നെ ഇതിൻ്റെ കൂടെ മിറിണ്ട, സെബിനപ്പ് അതുപോലെ ഉണ്ടാവും. ഐസ്ക്രീം ആക്കുന്ന ആൾ ഐസ്ക്രീം, കസ്റ്റേർഡ് ആക്കുന്ന ആൾ കസ്റ്റേർഡ്, അങ്ങനെ എല്ലായിട്ടും ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ പായസം കൂടി ഉണ്ട്, ഡെസേർട്ടായിട്ട് പായസം ഉണ്ട്, പിന്നെ ഐസ്ക്രീം വേറെ ഉണ്ട്. ഞാൻ ചോറും കൊണ്ട് സൈനിൻ്റെ ബാക്കന്നെ പായുന്നുണ്ട്, സൈനിക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. കുറച്ച് പണിയുണ്ട് ചോറ് കൊടുക്കാൻ, ഇങ്ങനെ ബാക്കന്നെ പോകണം. ഇങ്ങനെ കളിക്കുമ്പോൾ ബാക്കന്നെ പോയിട്ട് ഒക്കെ കൂടിയിട്ട് കൊടുക്കണമെന്നെങ്കിൽ അവന് തോന്നുന്നു. ആദ്യം നല്ല ഉറക്കി ഈ സമയത്ത്, അപ്പം നമുക്ക് കുറച്ച് സമയമുണ്ട്, ആ സമയത്ത് ബിയോനെ തോന്നിക്കാന്ന് തിരിച്ച്. അപ്പം ഞങ്ങൾ കാസർഗോഡ് മംഗലം കഴിഞ്ഞ് പുതിനാട്ടിക്കും പുതിയാപ്പിൾക്കും കുടുംബക്കാരെല്ലാം വിളിച്ചിട്ട് ഒരു പാർട്ടി കൊടുക്കും. അപ്പോൾ അതിനെ ഞങ്ങൾ ബിരുന്നെന്ന് പറയല്. അപ്പോൾ ബിരുന്നിൻ്റെ ഫുഡ് എന്തെല്ലാം നോക്കാം. ബിരിയാണി, ന്യൂഡിൽസ്, കോഴി കാച്ചിയ, ആട്ടിൻ്റെ കറി, കോയിൻ്റെ കറി, മീനിൻ്റെ കറി, ബീഫിൻ്റെ ചെള്ളിയുണ്ട്, പിന്നെ അപ്പം എല്ലാം ഉണ്ട്, ചപ്പാത്തി, പൊറോട്ട എല്ലാം ഉണ്ട്, പിന്നെ വെറുംചോറുണ്ട്, അതിലേക്ക് മീൻ കാച്ചിയ, മീൻ കറി, പച്ചക്കറി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ചിലയിടത്തിലെല്ലാം മക്രോണി ചില്ലി, ഇപ്പോൾ ചിലയിടത്തിൽ കോയിൻ്റെ ചില്ലി, ചിലയിടത്തിൽ ബീഫിൻ്റെ ചില്ലി, അങ്ങനെ ചിലയിടത്തിൽ രണ്ടും ഉണ്ടാവും. പിന്നെ കോഴിക്കടുമ്പാക്കുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ ബിരിയാണി ഇല്ലാണ്ട് മന്തിയാക്കുന്ന ആൾക്കാരുണ്ട്, ചില നെയ്ച്ചോറ് ഇറച്ചിക്കറി ആക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഏകദേശം കാസർഗോഡ് ഫുഡെല്ലാം ഇത് തന്നെയല്ലേ ഉണ്ടാവല്ലോ എല്ലാ ബിരുന്നിനും. അതിന് ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് ഡെസേർട്ടായിട്ട് അധികം ഉണ്ടാവില്ല, കസ്റ്റർഡും പിന്നെ പുഡിങ്ങും, പൊണ്ടത്തിൻ്റെ പുഡിങ്ങും അധികം ഉണ്ടാവില്ല. പൊണ്ടെന്ന് പറയുമ്പോൾ ഇളനീരിനെ ഞങ്ങൾ പൊണ്ടെന്ന് പറയില്ല കാസർഗോഡ്. ഇപ്പോൾ ഇവിടെ അധികം ഫുഡ് മേങ്ങിയത് തന്നെ വെറുംചോറ് അങ്ങനത്തെ എല്ലാം മാത്രം പുരയിലാക്കിയത്, പിന്നെ ഡെസേർട്ട് പുഡിങ് കസ്റ്റർഡ് അതും പുരയിലാക്കിയത്, ബാക്കിയെല്ലാം അധികം മേങ്ങി തന്നെ. സൈനൊക്കെ കുറേ ചങ്ങായിമാരുണ്ട് കളിക്കാൻ. ഇത് അനിഷീൻ്റെ അനിയനും ഏട്ടത്തിൻ്റെ മോനും, അവരൊക്കെല്ലാം ഭയങ്കര കളിയാണ് അവന്. ഇപ്പോൾ ബിരുന്നെല്ലാം കഴിഞ്ഞ് ബൈട്ടായി, ആദം എണിച്ചിന് ഉമ്മ എടുത്തിട്ടുണ്ട് ആദമിന്. ഇത് മുറ്റമെല്ലാം കാണിച്ചു തരാം എടുത്ത്. ഇത് ഇവിടെ ഒരു കിണമുണ്ട്, ഈ കിണറ്റിൽ തന്നെ ഇപ്പോൾ പരിക്കുള്ള വെള്ളമെല്ലാം എടുക്കുന്നത്. പിന്നെ ഇതാണ് മുറ്റം, നല്ല പാങ്ങുണ്ട് വീടിന്ന് കാണാൻ, തോട്ടമെല്ലാം ആയിട്ട്. ഇതെല്ലാം ഓരോ തോട്ടം തന്നെ, ഏട്ടത്തിൻ്റെ മാപ്പിളിൻ്റെ ഏട്ടൻ്റെ അനിയൻ്റെ എല്ലാം ആയിട്ടുണ്ട് തോട്ടമെല്ലാം ഇങ്ങോട്ടെല്ലാം അധികം ഉള്ളത്. ബൈട്ടാകുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ മഴ നോക്കാൻ എന്തോ ഒരു പാങ്ങ് തന്നെ, നല്ല പാങ്ങുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നല്ലൊരു കർച്ചപ്പലിൻ്റെ തെയ്യുണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറം മൂപ്പിട്ട് പറിച്ച് പേരപ്പായത്തിൻ്റെ എല്ലാം മരം. ഏട്ടത്തിൻ്റെ മാപ്പിളുടെ ഇച്ചാൻ്റെ അനിയൻ്റെ എല്ലായിട്ട് കുറേ പുള്ളമുണ്ട് ഇവിടെ. ഏട്ടത്തിക്കുണ്ട് 2 പുള്ള, പിന്നെ സെയിനും ഉണ്ടല്ലോ. പിള്ളേരാകുമ്പോഴത്തേക്ക് നല്ല കളിക്കാനാകാത്ത പുള്ളമുണ്ട് ഇവിടെ. ഇത് ഞങ്ങൾ ഫരീദമ്മായിൻ്റെ മോള് അൻഷി സെയിനിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയത് മഴയെല്ലാം കാണിക്കാൻ. സെയിനും ആണെങ്കിൽ നല്ല ഹാപ്പിയായി, മഴയെല്ലാം നല്ല പാങ്ങെല്ലാം എൻജോയ് ആക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഏട്ടൻ്റെ അനിയൻ്റെ എല്ലാം മക്കോ, പിള്ളേരെല്ലാം കൂടുമ്പോൾ നല്ല പാങ്ങ തന്നെ.
കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ഞമ്മ ഇങ്ങനെ തോട്ടത്തിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ അളിയാൻ്റെ പോരത്തെ താഴേനെ ഒരു തോട്ടം ഉണ്ട് ഓർക്കുള്ള. അപ്പോൾ ഓരോന്ന് തോട്ടം, അപ്പോൾ അതെല്ലാം കാണാൻ പോകാൻ ഇരിച്ച്. വേറെ തോട്ടമെല്ലാം ഉണ്ട്, പക്ഷേ ഈ വെയിൽ ഞാനതൊന്നും പോയിട്ട് ആ തോട്ടത്തിലേക്കൊന്നും പോകാൻ സമയം കിട്ടിയിട്ട്. അപ്പോൾ അടുത്ത വരുത്തിൽ ഇൻഷാല്ലാ അതിലേക്കെല്ലാം പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ തോട്ടം തീ പോരുന്ന താഴെ ഇങ്ങനെ നടന്നിട്ട് ആ റോഡിൻ്റെ അപ്പുറത്ത് കാണുന്നത് തന്നെ. അപ്പോൾ ആ തോട്ടത്തിലേക്ക് പോയിട്ട് അതെല്ലാം കാണാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ഏട്ടത്തിൻ്റെ നാട് കുറ്റിക്കോല്. കുറ്റിക്കോൽ അത്തിയടുക്കെന്ന് പറയുന്ന സ്ഥലമാണ് ഇത് കുറ്റിക്കോലിൽ തന്നെ പാൺതൂറെല്ലാം പോകുന്ന വഴിയിലുള്ളൊരു സ്ഥലമാണ് അത്തിയടുക്കം. അവിടെ എഴുതിയിട്ട് കാണാം അത്തിയടുക്കെന്ന്. അപ്പോൾ നല്ല ഗ്രാമപ്രദേശം എന്നെല്ലാം പറയുന്നില്ല, നല്ല അടിപൊളി സ്ഥലം. എന്തോ ഒരു പാങ്ങക്ക് എടുത്തൊരു എല്ലാം ഒരു എന്താ പറയുന്നത്, തോട്ടാണെങ്കിൽ നല്ല പച്ചപ്പും ഇവിടുത്തെ വെള്ളം എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇതിനവിടെ വന്നിട്ട് നിൽക്കാൻ തന്നെ എന്തോ ഒരു ഇഷ്ടം, എന്തോ ഒരു പാങ്ങ്. അപ്പോൾ ഇതെൻ്റെ തോട്ടയുടെ ഫസ്റ്റ് തന്നെ ഒരു പുളിൻ്റെ മരം കാണാം. ഈ പുളിൻ്റെ മരം പണ്ടേ ഞാൻ ഏട്ടത്തിന് മംഗലഞ്ഞിട്ട് വന്നപ്പോഴേ ഞാൻ എപ്പോഴും വരുന്ന ഇഷ്ടം ഇവിടെ വന്നിട്ട് പുളി വറുക്കാനെല്ലാം അങ്ങനെ വരുന്നൊരു സ്ഥലം തന്നെ. എനിക്ക് ഇവിടെ വന്നിട്ട് പുളി വറുക്കാൻ എന്തോ ഒരു ഇഷ്ടം. പുളി ഉണ്ടെന്ന് അത്യാവശ്യം പുളിയെല്ലാം പൊടിച്ചിട്ടുണ്ട്. അപ്പം ഞാനും വലിക്കും വന്നത്. ഇപ്പോൾ കുറച്ച് പുളിയെല്ലാം കിട്ടിയിട്ട് താഴെ വീണിട്ട് തന്നെ ഉണ്ടായിന്. പിന്നെ ബയ്യെ പിള്ളേരൊക്കെ വരാറിഞ്ഞിട്ട് ഉമ്മെല്ലാം ബയ്യെ വരും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ പണി നടക്കുന്നുണ്ട്. ഇവിടെ കവുങ്ങും തൈ എന്ന് പറയില്ലേ, പിന്നെ കവുങ്ങ് അത് നടന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കാം, അതെല്ലാം കാണിക്കാറിഞ്ഞിട്ട് ഇപ്പോൾ വന്നത്. ഇപ്പോൾ തോട്ടത്തിൽ കുറേ പണിക്കാറുണ്ട് കവുങ്ങും തൈയെല്ലാം നടാനായിട്ട്. ഞങ്ങൾ കവുങ്ങ് എന്ന് പറയൽ, കവുങ്ങ് എന്ന് പറയില്ല, ഇനി ഞങ്ങൾ കവുങ്ങ് എന്ന് പറയില്ല. അപ്പോൾ കവുങ്ങും തൈയെല്ലാം നടാനായിട്ട് കുറേ പണിക്കാറുണ്ട്. അളിയ ഉണ്ട്, അളിയാൻ്റെ ഉപ്പ ഏട്ടൻ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു കുളമുണ്ട്. എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ വളപ്പ്, ഇങ്ങനത്തെ തോട്ടം, ഇങ്ങനത്തെ കുളം ഇതെല്ലാം കാണാനും ഇവിടെ വരാനെല്ലാം ഭയങ്കര ഇഷ്ടം എനിക്ക്. ഇപ്പോൾ ഇത് ഈ വളപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കുളം. ഇനി ഇതിൻ്റെ അപ്പുറത്ത് ഇത് ഈ ഒരു തോടുണ്ട്, അതും കൂടെ ഇതിൽ കാണിച്ചു തരാം ഞാൻ. ഈ വളപ്പിൻ്റെ നേരെ അപ്പുറത്തായിട്ട് ഒരു തോടുണ്ട്, അതിൽ നിറച്ചും വെള്ളമുണ്ട്. അതിൽ പിള്ളേരെല്ലാം നീന്താനെല്ലാം പഠിക്കുന്ന, സവാദിശാനെല്ലാം നീന്താൻ പഠിക്കുന്ന എല്ലാം അവിടെയാണ്. ഇവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട്. കുറ്റിക്കോൽ അത്തിയടുക്കെന്ന് പറയുന്ന ഒരു സ്ഥലം ഇത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ പിള്ളേരും നീന്താൻ പഠിച്ചിന്. ഇവിടെ ഒരു പഠിപ്പിക്കാൻ ഒരാളുണ്ട്, എല്ലാ പിള്ളേരും നീന്താൻ പഠിപ്പിച്ചിട്ട് ന്യൂസിലെല്ലാം, ഏഷ്യാനെറ്റ് ന്യൂസിലും അങ്ങനെ എല്ലാ ന്യൂസിലും വന്നിട്ടുണ്ട് അതിനെ പറ്റിയിട്ട്. എല്ലാ പിള്ളേർക്കും നീന്താൻ അറിയുന്ന ഒരു നാട് അറിഞ്ഞിട്ട് എൻ്റെ ഏട്ടത്തിൻ്റെ പിള്ളേർ രണ്ടാളും നീന്തുന്നു. അപ്പോൾ ഈ കവുങ്ങ് കേൾക്കുമ്പം അളിയാൻ്റെ ഇച്ഛെല്ലാം പറഞ്ഞു ഓരോട് എന്തെങ്കിലും ചോദിച്ചും കുറെല്ലാം പറഞ്ഞു തരും ഇതിനെ പറ്റിയിട്ട്, തൈ നടുന്നതിനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞു തരും എന്ന് പറഞ്ഞ്. കുറെല്ലാം ഇവിടെ തന്നെ ആൾക്കാരാണ്, ഇവിടെ തന്നെ ആൾക്കാരെല്ലാവരും. ഇപ്പോൾ ഞാൻ എന്ത് ചോദിക്കേണ്ടതെന്ന് അറിയില്ല, അതൊക്കെ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ എത്ര കൊല്ലം എടുക്കി ഇത് പിടിക്കാൻ അങ്ങനെയെല്ലാം ഇതാക്കും ചോദിക്കുമ്പോഴത്തേക്ക് കുറെല്ലാം പറഞ്ഞു തന്നതിന് കുറച്ച് ഞാൻ വീഡിയോസ് എടുത്തതല്ലേ ഇതിൽ കാണിക്കാം. ഈ കഴിഞ്ഞ് വെള്ളമില്ലെങ്കിലും ഇതായിക്കോളും. നീ കഴിഞ്ഞിട്ട് വെള്ളം അടിക്കണ്ട, അതല്ലേ വെള്ളം അടിച്ചില്ലെങ്കിൽ ഇതായിക്കോളും. അപ്പോൾ ആദ്യത്തെ മയക്ക് 2 മയ കിട്ടിയാലും പിന്നെ പണിയെടുക്കണം. പിന്നെ അന്ന് തോലോ ചവറ അങ്ങനെ പശു കൊത്തിയിട്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട, വെള്ളം അടിക്കണം തന്നെ ഒന്നും കവുങ്ങല്ലാണ്ട് ഇവിടെ കുറേ ബായത്തെയും കാണാം. അപ്പോൾ വാഴനെ ഞങ്ങൾ ബായ എന്നാണ് പറയൽ, അതേപോലെ പഴത്തിന് കായ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കായ് കൊലച്ചിട്ടും കാണാൻ കഴിയും. ഞാൻ കുറേ വട്ടം പറഞ്ഞ് ബൽക്കി നല്ല ഫുഡാക്കുന്നു. അപ്പോൾ ഇത് പൊണ്ടത്തിൻ്റെ പുഡിങ് ബൽക്കി തന്നെ ആക്കിയത്. നമുക്ക് ഇവിടെ വന്നെങ്കിൽ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് തന്നെ. ബൽക്കിൻ്റെ അവിടെ ഫുള്ള് ഫുഡ് തന്നെ, ബൽക്കി എല്ലാ ഫുഡാക്കും. പിന്നെ ഇടയ്ക്ക് ജ്യൂസ് അങ്ങനെ എന്തെല്ലാം ആക്കും. ബൽക്കി നല്ല ഫുഡാക്കും. അപ്പോൾ ഇതന്നെയായിരുന്നു അധികം. അപ്പോൾ വെറൈറ്റി എന്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തിന്നാലല്ലേ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് സർവത്തങ്കായ ഇല്ലേ, സർവത്തങ്കായ പറഞ്ഞെങ്കിൽ അറിയാം, പാഷൻ ഫ്രൂട്ട്. അപ്പോൾ സർവത്തങ്കായ ഞങ്ങൾ ചെല്ലൽ കാസർഗോഡ്. അപ്പോൾ സർവത്തങ്കായിനെ ജ്യൂസ് അടിച്ചിട്ട് അതിന് നമ്മൊരു മൊഹീത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് സോഡയുണ്ട്. ഇപ്പോൾ സോഡ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് കസ്കസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വെള്ളത്തിൽ പോത്തിയത്, ബേസിൽ സീഡ്സിൻ്റെ വെള്ളത്തിലിട്ടത്. അപ്പോൾ അത് പിന്നെ ഇട്ടിട്ട് അതിലേക്ക് മിൻറ്റ് ലീഫ് ഇട്ട് കൊടുത്തിട്ട്, നമ്മളെ പുതിന എന്ന് പറയുന്നത് പുതിന ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ചെറുപുളിനെ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിനൊക്കെ ഒരു ഡെക്കറേഷൻ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാരെങ്കിലും ട്രൈ ചെയ്യാത്തതുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. എന്തോ ഒരു പാങ്ങ് തന്നെ ഇത് കുടിക്കാൻ. ഇപ്പോൾ വൈകുന്നേരം ചായക്ക് ബൽക്കി കായ്പോള ഉണ്ടാക്കുന്നുണ്ട്. ബൽക്കി ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ അപ്പം ഇല്ല, എണ്ണക്കടി, നമ്മൾ അപ്പം എന്ന് പറയും ഇങ്ങനത്തെ വൈകുന്നേരം ഉണ്ടാക്കുന്ന സമൂസ, കട്ട്ലറ്റ്, പിന്നെ ഈ കായ്പോള, അങ്ങനെ ഉന്നക്കായ എല്ലാം കായ് കാച്ച് വേറെ ബൽക്കി ഉണ്ടാക്കുമ്പോൾ ഒരു പറഞ്ഞ ടേസ്റ്റ്. എനിക്ക് പണ്ടേ അങ്ങനെ ഞാൻ പോകുന്നതിനും മുമ്പ് ചെറുതിലേ ഞാൻ ഉണ്ടാകുമ്പോഴേ ബൽക്കി എല്ലാ ഫുഡെല്ലാം ഉണ്ടാക്കും. ഞാൻ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ, ഞാനവിടെ പോയിട്ടാണല്ലോ ഉണ്ടാക്കാൻ പഠിച്ച്, ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാക്കുന്നുണ്ടായിട്ട്. അപ്പോൾ കായ്പോള റെഡി ആയിട്ടുണ്ട്. കാണാനൊരു ലുക്കില്ലാന്ന് ഉണ്ടായിട്ട് കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് അതിന്. കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് കളറ്, അതായത് കരിഞ്ഞുപോയി. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ചായയെല്ലാം കുടിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരം
അതിൽ ആ ഒരു തോട്ടത്തിലേക്ക് വൈകുന്നേരം അങ്ങോട്ടേക്ക് പോകാമെന്ന് ഇരിക്കുന്നത്. അവിടെ വെള്ളമെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ സെയിനുവിനെല്ലാം വെള്ളമെല്ലാം കാണിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. ഇതെല്ലാം ഞാൻ വന്നപാടെടുത്ത വീഡിയോ ആവേ, അതേപോലെ കുഞ്ഞായിട്ട് കാണാം അതിൽ. അപ്പോൾ ഞങ്ങൾ ബൽക്കിൻ്റെ വന്നപാട് നിൽക്കാൻ വന്നിട്ടാകുമ്പോൾ അപ്പോൾ എടുത്ത വീഡിയോ. ഇപ്പോൾ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കലേ ഇല്ല. അപ്പോൾ ഈ ഉള്ള വീഡിയോ എല്ലാം എഡിറ്റ് ആക്കിയിട്ടിടാം. കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടേ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര വൈകുന്നത് എഡിറ്റ് ആക്കാനെല്ലാം. ബൽക്കിൻ്റെ അവിടെ എപ്പോൾ വന്നെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഈ തോട്ടത്തിലേക്ക് വരും. പണ്ടേ അങ്ങനെ ബൽക്കി മംഗലം കഴിഞ്ഞപാട് ഞാൻ കുറേ നിൽക്കാൻ വന്നിട്ടുണ്ടാവും ഇവിടെ. പിന്നെ ഞാൻ കുറേ കൊല്ലം ഉണ്ടായിട്ടല്ലോ, അപ്പോൾ ഇതെല്ലാം എനിക്ക് മിസ്സാന്ന് തോന്നുന്നു. ഞാൻ റാഷിനോട് എപ്പം പറയുന്നു, ഈ തോട് ഈ ഭാഗത്തുള്ള ഇതെല്ലാം ഈ തോട്ടിൽ ഞങ്ങൾ വരലെല്ലാം ഉണ്ട് മുമ്പെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല പിള്ളേരെല്ലാം നീന്താൻ പഠിക്കുന്നതിന് കുറച്ച് തായൽ നീന്താനെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇടാനൊരു ശശി മാഷാണ് അവരെല്ലാം നീന്തൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ എല്ലാ പിള്ളേരും നീന്തൽ പഠിച്ച ആളാണ്. ഞാൻ മുമ്പ് പറഞ്ഞ് എല്ലാ പിള്ളേരും നീന്തൽ അറിയാം. അപ്പോൾ സെയിനുവിനെ നീന്തൽ പഠിപ്പിക്കണം എന്നെല്ലാം ഭയങ്കര ആശയുണ്ട്. സെയിനുക്ക് വെള്ളം കാണുന്നല്ല ഇഷ്ടം, മാത്രം അടുത്തേക്ക് പോകാനെല്ലാം പേടി. അത് ഇപ്പോൾ ഇഷാനുക്കും അങ്ങനെ ഉണ്ടായത്. ഇപ്പോൾ നീന്തൽ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ പിള്ളേർക്ക് ആദ്യം അങ്ങനെ ഒരു പേടി ഉണ്ടാവുമല്ലോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പേടിയെല്ലാം മാറിയിട്ട് പഠിച്ചോളും. എല്ലാ പിള്ളേരും പഠിക്കുമ്പോഴത്തേക്ക് പഠിച്ചോളും. അപ്പോൾ ഞാൻ ഉമ്മ ബൽക്കി പുള്ളോ ഞങ്ങളാണ് വന്നത്. അപ്പോൾ ഞങ്ങളൊരു സെൽഫി വീഡിയോ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ആദമ ചെറിയത് ഈ സമയത്ത്, ആദമിന് 3 മാസമെല്ലാം ഈ സമയത്ത് പ്രായം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വന്നിട്ട് കുറേ മാസമായി. ഇപ്പോൾ ആദമെല്ലാം വലുതായി. ഈ വീഡിയോ ഞാൻ ഇടുമ്പോഴത്തേക്ക് ആദമന് 10 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇത് ബൽക്കിൻ്റെ അളിയാൻ്റെ തറവാട് വരെ. ഇവിടെ അനിയന്മാരുണ്ട്, പിന്നെ ഉമ്മ ഉപ്പ അവരെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ബൽക്കി മംഗലം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഈ പുരക്കാണ് വന്നിട്ടുണ്ടായത്. പിന്നെ ഞാൻ പോയിട്ട് കുറേ കൊല്ലം കഴിഞ്ഞിട്ടില്ല ഞാൻ വരുന്നപ്പോഴത്തേക്ക് ബൽക്കൊക്കെ പുതിയ പുരയെല്ലാം ആയത്. അപ്പോൾ ഇത് അളിയാൻ്റെ ഏട്ടൻ്റെ ജീപ്പ്, അസർപ്പച്ചാൻ്റെ ജീപ്പ്. ഇപ്പോൾ ഉമ്മ രാത്രിത്തേക്കുള്ള പത്തലാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം പത്തൽ, മാത്രം ഞങ്ങൾക്ക് നേരാവാത്തൊരപ്പം പത്തൽ തന്നെ. കാസർഗോട്ടുകാർക്ക് മെയിൻ അപ്പം പത്തൽ. അപ്പം ഞാൻ കാസർഗോട്ട് ഒരാളായിട്ട് ഞങ്ങൾക്ക് പത്തൽ ഉണ്ടാക്കാൻ നേരാന്നില്ല അറിഞ്ഞെങ്കിൽ എല്ലാവരും കളിയാക്കും. മാത്രമാണെങ്കിൽ ആടെ ഞാൻ ബ്ലോഗിലൊക്കെ പത്തലാക്കിയിട്ട് അവനെ കുറേ ആൾ താഴെ കമൻറ്റിലിട്ടിന് പിന്നെ അങ്ങനെ ചെയ്ത് നോക്കി ഇങ്ങനെ ചെയ്ത് നോക്കി നേരായിട്ട് പത്തലെന്നല്ല. അപ്പം ഞങ്ങൾക്ക് അത്ര നേരാവലില്ല. അതെന്തെന്നറിയില്ല, അടുത്ത പൊടീൻ്റെ ഇതാണോ എന്നറിയില്ല. ഇഷാനും സെയിനോടെ കളിക്കുന്നുണ്ട്. ഇത് പിള്ളേരെ വണ്ടി, സവാദിൻ്റെ ഇഷാൻ്റെ ചെറുപ്പത്തിലത്തെ സൈക്കിൾ. അപ്പോൾ ഇതിപ്പോൾ സെയിനുക്ക് എടുത്തു കൊടുത്തിട്ട് ഇഷാന് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടോ എനിക്ക് ചവിട്ടാൻ. സെയിനുക്ക് ആദ്യം ചവിട്ടാനേ അറിയുന്നുണ്ടായിട്ടാ. ഇപ്പം ഞാൻ ചെല്ലില്ല, ഇപ്പോൾ ഈ ബ്ലോഗിൽ മുമ്പത്തെ. അപ്പോൾ ഇപ്പോൾ സെയിന് ഇപ്പോൾ പാകല് ചവിട്ടാനെല്ലാം പഠിച്ച്. ഇന്ന് രാത്രി ഇപ്പോൾ കുറ്റിക്കോല് പള്ളിയിൽ റാത്തീം ഉണ്ടായത്. അപ്പോൾ ഉപ്പാവ് വെളിയാവും പിള്ളേരെല്ലാം ഓതിയങ്ങാൻ പോയത്. ഇപ്പോൾ ഓരോ ഓദ്യം കൊണ്ട് വന്ന് ഇപ്പോൾ സെയിനും പോയിന്. സെയിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഫസ്റ്റ് ഇങ്ങനെ പോകുന്നതെല്ലാം ഫസ്റ്റൊക്കെ ഇങ്ങനെ പോകുന്നത് ചെയ്യുന്ന എല്ലാത്തിനും ഭയങ്കര സന്തോഷം എനിക്കിതെല്ലാം. ഈ പള്ളിയിൽ നിന്ന് കിട്ടുന്ന പത്തലും കറി എന്തോ ഒരു പാങ്ങ് തന്നെ, അത് തിന്ന ആൾക്കാർക്ക് അറിയും. ഞങ്ങൾക്ക് എന്തോ ഒരു പാകി പത്തലും കറിയിലൊക്കെ കറിയെല്ലാം പെരിഞ്ഞിട്ട് ആ പത്തലും കറിയും കൂട്ടി തിന്നാൻ എന്തോ ഒരു പാങ്ങ് തന്നെ. അങ്ങനെ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇത് ചായയെല്ലാം കുടിച്ചിട്ട് കാലത്തെ തപ്പും ചായയെല്ലാം കുടിച്ചിട്ട് ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ബലിക്ക് എപ്പോഴും ജ്യൂസാക്കും. ഇന്നിപ്പോൾ മുഹബത്തിൻ്റെ സർവത്ത് ബത്തക്കാരൻ്റെ പാലെല്ലാം ഇട്ടിട്ട് അതാക്കിയത്. ഈ ബ്ലോഗിൽ അധികം ഉള്ളത് ഫുഡ് തന്നെയായിട്ടുണ്ടാവും, ഒരു ഫുഡ് ബ്ലോഗ് പോലെ ഉണ്ടാവും ലാസ്റ്റ്. അപ്പോൾ ഉമ്മ ആദമിനെ കൊണ്ട് പുറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിനിനോടൊരു തെലങ്കാണി കൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ സെയിനു തെലങ്കാണി കൊണ്ട് പാഞ്ഞത് ആദമിനായിട്ട്. ആദമിനെ കളിപ്പിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് സെയിനുക്ക്. ഭയങ്കര പിരിസം ആദമു എന്ന് പറഞ്ഞ് ഫുള്ള് ആദമുവിനെ നല്ല പിരിസാക്കും. ബൽക്കിൻ്റെ അവിടെ ഈ സിറ്റൗട്ടിലിരിക്കാൻ എന്തോ ഒരു പാങ്ങ് തന്നെ. ഈ ഭാഗത്തെല്ലാം അങ്ങനെ തോട്ടാനല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റും ഉണ്ടാകുന്നു, നല്ല പാങ്ങുണ്ടാകുന്നു ഇവിടെ ഇരിക്കാൻ. ബൽക്കിക്ക് ഇപ്പോൾ കുറച്ച് ഓർഡർ ഉണ്ട്, അപ്പോൾ കേക്കെല്ലാം ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഫുള്ള് വീഡിയോ ഒന്നും എടുക്കുന്നില്ല, എന്നെങ്കിലും കുറച്ച് വീഡിയോ എല്ലാം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഭയങ്കര ഫേമസ് ആവേ, ഞാൻ അടുത്തയാണ്ട് പറയുന്നില്ല, ഭയങ്കര ടേസ്റ്റ് തന്നെ. ഞാൻ ആടെ ഉണ്ടാകുമ്പോൾ തന്നെ എന്നോട് എല്ലാവരും പറയുന്ന ബൽക്കി ഉണ്ടാക്കുന്ന കേക്ക് എന്തോ ഒരു പാങ്ങ് തന്നെ, ടേസ്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ കേക്ക്, അങ്ങനെ ആശിച്ചിട്ട് വന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് കുറേ കേക്കെല്ലാം ബൽക്കി ഉണ്ടാക്കിയിട്ടും തന്നിന്. സെയിനുക്ക് ഭയങ്കര ഇഷ്ടം ബൽക്കി സുമ്മ ഉണ്ടാക്കുന്ന കേക്ക്. ഇവിടെ വന്നിട്ട് അമ്മ പറയുന്നത് കേക്ക് എന്ന് പറയും, ബൽക്കി ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ബൽക്കിൻ്റെ പുറകെ കുറ്റിക്കോലെങ്കിലും ഓർഡർ കാസർഗോഡ് നിന്ന് വരെ വരലുണ്ട്, എല്ലാ ഭാഗത്തു നിന്ന് ഓർഡർ വരലുണ്ട്. അപ്പോൾ ബൽക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യുക. കേക്കെല്ലാം കേക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അതിൽ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. ബൽക്കി ബേക്കിങ്ങിൻ്റെ സാധനമെല്ലാം വെക്കാനായിട്ട് ഒരു കുഞ്ഞ് കബോർഡ് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഭയങ്കര നീറ്റിൽ വെച്ചിട്ടുണ്ട്. ബേക്കിങ്ങിന് വേണ്ട എല്ലാ സാധനവും ഓരോ സെക്ഷനിൽ, ടിഷ്യൂ ഐറ്റംസ് ഒന്നിൽ, ബോക്സ് ഐറ്റംസ് ഒന്നിൽ, അങ്ങനെ ഓരോന്നും. അതിൻ്റെ ടൂത്ത് പിക്സും കാര്യങ്ങൾ അത് ഒരു ഭാഗത്ത്, അതിൻ്റെ ബ്രഷ് കാര്യങ്ങൾ ഒരു ഭാഗത്തെല്ലാം, പാത്രങ്ങൾ ഒരു ഭാഗത്തെല്ലാം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഓൾക്ക് തന്നെ അറിയാം എവിടെയുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് വേണ്ട സാധനം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പോലെ എല്ലാം ഭയങ്കര നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്.
ഇത് ബൽക്കിൻ്റെ തറവാട്ടിലുള്ള ഒരു ചിക്കുവിൻ്റെ മരം. ഇത് വലിയ പടർന്നിട്ട് ബൽക്കിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ ഫുള്ള് പടർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാർപ്പിൻ്റെ മുകളിൽ പോയെങ്കിൽ തന്നെ ഇങ്ങനെ ചിക്കു പറിക്കാൻ കഴിയും. ഞാനിത് സെയിനിനെ കൊണ്ട് പറിപ്പിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പറിക്കുന്നതെല്ലാം. ഇങ്ങനെ മുറ്റത്ത് ഫ്രഷ് ആയിട്ട് ചിക്കു, പേരക്ക ഇതെല്ലാം പറിക്കാനൊരു പാങ്ങ് തന്നെ. നമ്മളെ പുരലിനുണ്ടായ സാധനം കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെ. ഈ പാർപ്പിൻ്റെ മുകളിൽ വേറൊരു സൈഡിൽ ഇങ്ങനെ പേരപ്പായത്തിൻ്റെ മരവും പടർന്നിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ മുകളിൽ തന്നെ പറിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ സെയിന് പറിക്കുന്നുണ്ട്. നാട്ടിൽ വന്നിട്ട് എന്നെക്കാളും ഹാപ്പി സെയിനുമാണ്. സെയിന് ഭയങ്കര എൻജോയ് ആക്കുന്നുണ്ട്. ആടെ റൂമിൽ തന്നെ ഉണ്ടായതല്ലോ, അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ വന്നിട്ട് എല്ലാം ഭയങ്കര എൻജോയ് ആക്കുന്നുണ്ട് ഓന്. ബൽക്കിൻ്റെ പുര കുറ്റിക്കോട് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക്. അപ്പോൾ ബൽക്കിൻ്റെ പുരൻ്റെ താഴെ ഒരു കുഞ്ഞി പീടിയുണ്ട്. ആ പീടിയിൽ അത്യാവശ്യം സാധനമെല്ലാം കിട്ടും. നമുക്ക് ടൗണിലേക്ക് എപ്പം പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട കുറേ സാധനമെല്ലാം ഇടുന്ന് കിട്ടും. ഇടുന്ന് തന്നെ ബൽക്ക് മേങ്ങൽ. ഇപ്പോൾ പിള്ളേരെല്ലാം കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. സെയിനൊക്കെ ഇഷ്ടമായി ഈ പീടിയേക്ക് വരാൻ. ഇവിടെ വന്നെങ്കിൽ തന്നെ പറയൽ ഇബ്രാഹിം ചാൻ്റെ പീടിയേക്ക് പോകാമെന്ന്. ഈ പീടിയയിലത്തെ ആളെ പേര് ഇബ്രാഹിം ചാന്ന്. അപ്പോൾ എനിക്ക് പാണ്ട് എല്ലാം ഇവിടെ കിട്ടും. മാഗിയും ലേസും മിച്ചറും എല്ലാം പാടും എനിക്ക്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഇഷ്ടം. ഞങ്ങൾക്ക് കബീറിൻ്റെ ഓളെ അൻഷീൻ്റെ ആളെ പാൻ്റെ ഒരു വിരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് എല്ലാം റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. കബീറിൻ്റെ മംഗലം കഴിഞ്ഞിട്ടുള്ള വിരുന്നെല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓറ് പോയിക്കൊണ്ടും വന്നുകൊണ്ടുണ്ട്. കുറേ വിരുന്ന് ഞങ്ങൾക്കും ഉണ്ടാകുന്നു. അധികം വിരുന്ന് ഞമ്മക്കും ഉണ്ടായിന്. പോയിക്കൊണ്ടും വന്നുകൊണ്ടുണ്ട് വിരുന്നിനെല്ലാം. ഇതാണ് പിള്ളേരെല്ലാം കൂടിയിട്ട് കളിക്കുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തത്. ഇതിൽ അൻഷീൻ്റെ അനിയന്മാരുണ്ട്, ഏട്ടത്തിൻ്റെ മോനുണ്ട്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ. ഇത് സർവത്തങ്കായി എന്ന് പറയും ഞങ്ങൾ ഇതിനെ, പാഷൻ ഫ്രൂട്ട്. ഇത് നമ്മളെ അളിയാൻ്റെ ഉമ്മ മുകളിലത്തെ പുരയും തന്നത്. അത് സെയിനുക്ക് കൊടുക്കുന്നത്. ഇത് ഉപ്പും പഞ്ചാരയിട്ട് തിന്നണം, ഭയങ്കര ടേസ്റ്റ്. സവാദിഷാന് സ്കൂളിൽ പോയെങ്കിൽ പിന്നെ സെയിനുക്ക് കുറച്ചൊരു ഒറ്റയ്ക്ക് തന്നെ കളിക്കാനെന്നുള്ളൊരിതുണ്ട്. സവാദിഷാന് സ്കൂളിൽ നിന്ന് വരാൻ കാക്കും. സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് മുറ്റത്ത് പോയിട്ട് നിൽക്കും, ഓരെ കാത്ത് നിൽക്കും. പിന്നെ ഓരോ സ്കൂളിൽ നിന്ന് വന്നെങ്കിൽ ഓനെ കാണാനും കിട്ടില്ല, ഓരൊക്കെ തന്നെ ആയിട്ടുണ്ടാവും ഫുള്ള് സമയം. ഇപ്പോൾ കാലത്തത്തെ ചായക്ക് ബൽക്ക് കോഴിക്കടുമ്പ് ഉണ്ടാക്കിയത്. ഞങ്ങൾ കാസർഗോഡ് കോഴിക്കടുമ്പ് എന്നറിയാൽ, ഓരോ നാട്ടിൽ ഓരോ പേരിന്. ഉച്ചക്കത്തേക്ക് ബൽക്ക് ഇപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ഈ പൊതിച്ചോറിൻ്റെ ലാസ്റ്റ് മുട്ട കാച്ചി മാത്രം ബാക്കിയുണ്ടായത്. മുട്ട കാച്ചുന്നുണ്ട്. പൊതിച്ചോറ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇപ്പോൾ പൊതിച്ചോറെല്ലാം റെഡി ആയിട്ട് അതിനെ പാക്കാക്കുന്നുണ്ട്. അവിയൽ, ബീട്രൂട്ട് കറി, മുട്ട കാച്ചിയത്, അച്ചാർ, ചോറ്, ചമ്മന്തി, ഇത്രയുള്ളതാവേ. അപ്പോൾ ഇപ്പോൾ ഓരോരുത്തർക്ക് പേര് എഴുതിയിട്ട് തന്നെ പൊതിച്ചോറ് കെട്ടിയേക്കുന്നത്. കുഞ്ഞ് പൊതിച്ചോറാക്കി ഓന് കുറച്ചേ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ തന്നെ കുഞ്ഞ് പൊതിച്ചോറാക്കിയത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വന്നപ്പാടുള്ള സമയത്ത് വലിക്കിൻ്റെ അവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായി. അതിന് ശേഷം ഞാൻ കുറേയോട്ടം വലിക്ക് പൊതിച്ചോറലാക്കിന്. ചെമ്മീൻ വെച്ചിട്ട്, മത്തി വെച്ചിട്ടെല്ലാം കുറേയോട്ടാക്കി. ഈല്ലാം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് മീനില്ലാണ്ട് ബാക്കിയെല്ലാം വെച്ചിട്ട് പൊതിച്ചോറാക്കിയത്. പൊതിച്ചോറെല്ലാം കെട്ടി വെച്ചതിന് ശേഷം ഉമ്മയിലേക്കുള്ള പപ്പടം കൂടെ കാച്ചി. അപ്പോൾ സെയിനൊക്കെ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ട്. സെയിന് ഫസ്റ്റ് പൊതിച്ചോറ് കഴിക്കുന്നത്. സെയിനൊക്കെ കുഞ്ഞ് പൊതിച്ചോറാക്കിയതെങ്കിലും അതന്നെ ഓന് കഴിക്കില്ല, ബാക്കി ഞാൻ കഴിക്കേണ്ടി വരും. പിള്ളേരിപ്പോൾ പൊതിച്ചോറ് വേയിക്കുന്നുണ്ട്. ഉറക്കന്നെ ഞങ്ങളും വേയിച്ച്. ഇത് ഇവിടെ മുകളിലത്തെ തറവാട്ടിലത്തെ കോഴിയാവേ. കോഴീനെല്ലാം കാണുമ്പോൾ സെയിന് പുറത്തേക്ക് പാഞ്ഞ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ പായാൻ വേണ്ടിയിട്ട്. പിള്ളേർക്ക് കാർട്ടൂണെല്ലാം നോക്കുന്നതുകൊണ്ട് ഇങ്ങനെ പൂച്ചേനെയും കോഴീനെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. സെയിനെ തുന്നിക്കാൻ കുറച്ച് പണി തന്നെ. അപ്പം അതിന് ഉമ്മ ഇങ്ങനെ കൊണ്ട് പോകുന്നത്. ഞാൻ വായിക്കിടുമ്പോഴത്തേക്ക് അത് തുന്നാൻ വേണ്ടിയിട്ട് ഇടയെല്ലാം ചുറ്റി കാണിച്ചിട്ട് നടന്നുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ സെയിനിന് തിന്നാൻ കൊടുക്കാൻ അത്ര പണിയൊന്നുമില്ല. ഓനെന്നെ തിന്നാനല്ലേ പഠിച്ചു. ഓനിക്കെന്നെ ഇട്ട് കൊടുത്തും ഓനെന്നെ തിന്നും. ഇപ്പോൾ ബൽക്കി പിള്ളേർക്ക് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല സെയിനൊക്കെ ഭയങ്കര ഇഷ്ടം ബൽക്കിൻ്റെ കേക്ക്. ബൽക്കി ഇവിടെ വന്നെങ്കിൽ പറയുന്നത് കേക്ക് ഉണ്ടാക്കാൻ തന്നെ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. സെയിനും ഇഷാൻ അടുത്ത് തന്നെ ഇരുന്നിട്ടുണ്ട്. കേക്ക് റെഡിയാകുന്നവരെ ഇരുന്ന് നോക്കുന്നുണ്ട്. സെയിന് ക്ഷമയെ കാണിക്കുന്നില്ല. കേക്ക് ഇപ്പം എന്നെ തിന്നാൻ നോക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ടാലോ. അപ്പോൾ ആ ഓനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഷാൻ ഒരു മുട്ടായി കൊടുത്തു എനിക്ക്. സ്പൈഡർമാൻ തീമിലാണ് ബൽക്കി കേക്ക് ഉണ്ടാക്കുന്നത്. ഇതൊരു കുഞ്ഞ് കേക്കാണ്, പിള്ളേർക്ക് തിന്നാൻ പാകത്തിനുള്ള കുഞ്ഞൊരു കേക്ക്. അങ്ങനെ ഇപ്പോൾ കേക്ക് ഏകദേശം റെഡിയായി. ലാസ്റ്റ് അതിൻ്റെ നമ്മൾ ചിലന്തി വലയിലേക്ക് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൈഡർമാൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ അതിലേക്ക് കുത്തി കൊടുത്ത് അങ്ങനെ ഇപ്പോൾ പിള്ളേരെ കട്ട് ചെയ്ത് തിന്ന്. ഗ്യാപ്പിൽ കുറച്ച് ഞാനും തിന്നവേ. നല്ല ഉണ്ടായിന് കേക്ക്. അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മാഗി ആക്കി ഞങ്ങളും ചായ കുടിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ചായൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ ഒരു അപ്പം ഉണ്ടാക്കും. ഞങ്ങൾ നാട്ടിലതിന് മഞ്ഞ ചപ്പലപ്പം എന്ന് പറയും. അപ്പോൾ നമുക്കറിയാലോ ഇത് പുറത്ത് നാട്ടിലുണ്ടാകുന്നൊന്നും. അപ്പോൾ ഇത് ഇലയുടെ എല്ലാം പോലത്തെ ഒരു അപ്പം തന്നെ. മാത്രം ഇതിലേക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മഞ്ഞളിൻ്റെ ഇലയാണ്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞച്ചപ്പല എന്ന് പറയുന്നത്, മഞ്ഞച്ചപ്പലപ്പം. ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് തേങ്ങയും ബെല്ലവും കൂടിയിട്ടുള്ള പണ്ടം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആവിയിൽ വെച്ചെടുക്കുന്ന അപ്പം.
ഈ ഒരു അപ്പം എന്തോ ഒരു പാങ്ങ് തന്നെ. ഞങ്ങൾ ഈ ടേസ്റ്റിനെ കാസർഗോഡ് പറയുന്നതാണ് കേട്ടോ, പാങ്ങ്. അപ്പോൾ എന്തോ ഒരു പാങ്ങ് തന്നെ. ഇത് തിന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഈ മഞ്ഞച്ചപ്പലിൻ്റെ മണമെല്ലായിട്ട് ഈ ഒരു അപ്പത്തിന് വേറെ തന്നെ ടേസ്റ്റ്. അപ്പോൾ ഇത് രാത്രി ചുട്ടിട്ട് രാവിലെ നമ്മൾ ചായക്ക്, നമ്മൾ കാലത്ത് നമ്മൾ അപ്പം ചായയും കുടിക്കുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കും, വെറും ചായ എന്ന് പറഞ്ഞാൽ അതിന് ഇത് കൂട്ടണം. അപ്പോൾ ഭയങ്കര ടേസ്റ്റ്. ഞാനിപ്പോൾ രാത്രിത്തേക്കും കാലത്തേക്കെല്ലാം ആയിട്ട് തന്നെ ഈ അപ്പം ഉണ്ടാക്കിയത്, കുറേ ഉണ്ടാക്കിന്. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ മക്രോണിയും കൂടി വൽക്കി ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രിയത്തെ ഫുഡായിട്ട്. വൽക്കിൻ്റെ അവിടെ ഞങ്ങൾ ഒരാഴ്ച നിന്നതിന് ആ ഒരാഴ്ചയിലെടുത്ത കുറച്ച് വീഡിയോസ് എല്ലാം കൂട്ടിയിട്ട് ഒരു വ്ളോഗായിട്ട് ഇടുന്നത്. അതിലധികം കാണിച്ച ഫുഡ് തന്നെ ഇപ്പോഴും കാണിക്കുന്നുള്ള ഫുഡ് തന്നെ. ബൽക്കി ഇപ്പോൾ ബിരിയാണി ആക്കുന്നുണ്ട്, കോഴി കാശുന്നുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ അച്ചാറും കൂടെ ബൽക്കി ഇടുന്നുണ്ട്. അത് ബൽക്കി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറാവും, അത് നല്ല ടേസ്റ്റ് തന്നെ, ഒരു വേറെ ടേസ്റ്റ് ബൽക്കി ഇടുന്ന അച്ചാറിന്. അപ്പോൾ എന്തായെങ്കിൽ അത്രയ്ക്കാണ് എൻ്റെ ഒരു വലിയ വീഡിയോ. ഞാൻ ഒരാഴ്ചത്തെ ഞാൻ പറഞ്ഞുതരാം, കുറച്ചാക്കിയിട്ട് എടുത്തിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ട് ഇട്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാട്ടിൽ വന്നിട്ട് കുറേ മാസമായി ഇപ്പോൾ, അപ്പോൾ കുറേ വിശേഷമുണ്ട്, കുറേ വീഡിയോസും ഉണ്ട്. ഞാൻ പറ്റുന്ന പോലെല്ലാം എഡിറ്റ് ചെയ്തിട്ടിടാം. നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതായിട്ടുണ്ടാവും. കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് 7 മാസം കഴിഞ്ഞ്. ഞങ്ങൾക്ക് കുറേ പരിപാടിയും കിട്ടിയിന്, കുറേ മംഗലം, തൊട്ടിലേട്ടൽ, ചീരണി, പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെയുള്ള കുറേ ഗെറ്റ് ടുഗദർ, സ്കൂളിലത്തെ കോളേജിലത്തെ, അങ്ങനെ കുറേ പരിപാടി ഞാൻ കൂടിയിന്, ബർത്ത്ഡേ പാർട്ടീസ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വീഡിയോസ് ഇല്ലാത്തതിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടിയിട്ട് കഴിയുന്നെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം എഡിറ്റ് ചെയ്തിട്ട് വീഡിയോസായിട്ട് ഇടുന്നതായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ മുമ്പത്തെ വ്ളോഗെല്ലാം കണ്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ കുറേ കൊല്ലത്തിന് ശേഷം നാട്ടിൽ വന്നത്, ഏകദേശം 7 കൊല്ലത്തിന് ശേഷം നാട്ടിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം എൻജോയ് ആക്കിയതിന്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നിരിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് അതിൽ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.